Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. പുറംഭാഗം അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. സ്നാക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കടലമാവ് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഉണ്ടായാൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ബാറ്റർ വേണ്ടത്. ഇനിയൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അവിടെ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനിപ്പോൾ കുറച്ച് ചെറിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കനത്തിലൊന്നും ഇല്ലാത്ത കനം കുറഞ്ഞിട്ടുള്ള നേന്ത്രപ്പഴമാണ്, അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം. ഇനി ഇത് പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ പകുതിയും അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു കട്ടും കൂടെ കൊടുക്കാം. അങ്ങനെ ഒരു പഴം 4 ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ആദ്യം പഴത്തിൻ്റെ പീസ് ആദ്യം മാവിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി അത്യാവശ്യം നല്ല കനത്തിലുള്ള പഴമാണെങ്കിൽ നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മാവിൽ ആദ്യം മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ബ്രൗൺ കളറായിട്ട് വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്തെടുത്തത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തത് കാരണം പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.